ഹായ് നമസ്കാരം. എല്ലാവരെയും സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി നമ്മുടെ മണി ചലഞ്ച് 30 ഡേയ്സ് ചലഞ്ചിലെ 14ാമത്തെ ദിവസത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന വിഷയം വിഷ്വലൈസേഷനാണ്. എല്ലാവർക്കും അറിയാം, പക്ഷേ പലരും അത് ചെയ്യുന്നത് തെറ്റായിട്ടാണ്. അവരെ തന്നെ പുറത്തു നിന്ന് കാണുന്ന ഒരു തേർഡ് പേഴ്സൺ വ്യൂവിൽ നിന്നാണ് അവർ കാണുന്നത്. അതായത് സിനിമയിൽ വേറൊരാളെ കാണുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ തന്നെ കാണുന്നത്. പക്ഷെ അങ്ങനല്ല വേണ്ടേ. നമ്മൾ എങ്ങനെ കാണുന്നു വെച്ചാൽ ഫസ്റ്റ് പേഴ്സൺ വ്യൂവിൽ നിന്നാണ് നമ്മൾ കാണേണ്ടത്. നിങ്ങളുടെ കണ്ണുകളിലൂടെ കാണണം. കാർ ഓടിക്കുന്നത് നിങ്ങൾ ആയിരിക്കണം. കാർ ഓടിക്കുന്നത് നിങ്ങളെ ദൂരെ നിന്നല്ല കാണേണ്ടത്. കാർ ഓടിക്കുന്നത് നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ കാണാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു പ്രോസസ്സിലൂടെ പോവാം. ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. ഓക്കെ, എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളൊരു പുതിയ കാറിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ആ സീറ്റിൻ്റെ ലെതറിൻ്റെ മണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? സ്റ്റിയറിംഗ് വീലിൻ്റെ തണുപ്പ് കൈകളിൽ അനുഭവിക്കുന്നുണ്ടോ? എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇതാണ് സിനിമാറ്റിക് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. വെറുതെ ഒരു ചിത്രം കാണുന്നതല്ല, ഒരു സിനിമയിലെ പോലെ തന്നെ, ഒരു സിനിമ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അനുഭവിക്കുക എന്നതാണ് സിനിമാറ്റിക് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫീലിങ്സ്, ഇമോഷൻസ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒളിമ്പിക്സ് അത്ലറ്റുകൾ പരിശീലിക്കുന്നത് ഇതേ മെത്തേഡിലൂടെയാണ്. ഇവിടെ സൂചിപ്പിച്ചു, ഇൻവോൾവ് 5 സെൻസ്, 5 ഇന്ദ്രിയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. കാഴ്ച, സ്മെൽ, ടച്ച്, സൗണ്ട് ആൻഡ് ടേസ്റ്റ്. കാഴ്ച മാത്രം ചെയ്തിട്ട് കാര്യമില്ല, സ്പർശനം മാത്രം ചെയ്തിട്ട് കാര്യമില്ല, ശബ്ദം മാത്രം ചെയ്തിട്ട് കാര്യമില്ല, എല്ലാം വരണം. അങ്ങനെയാണെങ്കിൽ പണം എണ്ണുന്നതായിട്ട് കാണുമ്പോൾ ആ നോട്ടുകളുടെ മണം, അതിൻ്റെ പരുപരുത്ത സ്പർശനം, എണ്ണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ക്രിസ്പിയുടെ ശബ്ദം, ഇതെല്ലാം നമ്മൾ അനുഭവിക്കണം. തലച്ചോറിന് ഇത് യാഥാർത്ഥ്യമാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഇത് യാഥാർത്ഥ്യമാണെന്ന് പെട്ടെന്ന് തോന്നും. അപ്പോൾ വെറുതെ ഈ 5 ഇന്ദ്രിയങ്ങൾ മാത്രം കൊടുത്താൽ പോരാ, നമ്മൾ ഇമോഷണലായിട്ടുള്ള ഫ്യൂവൽ, ഇമോഷണൽ ഇന്ധനങ്ങൾ കൊടുക്കണം. എങ്ങനെയാ? വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ വികാരമില്ലെങ്കിൽ അത് വെറും ഒരു ദിവ്യ സ്വപ്നമായിട്ട് മാറും. ഓക്കെ, ഡേ ഡ്രീമിംഗ് എന്ന് പറയും. അത് നടന്നാൽ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് തോന്നുന്നത്, അത് നടന്നാൽ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് തോന്നുന്നത്, ആ ആവേശം ഇപ്പോൾ നിങ്ങൾ ഫീൽ ചെയ്യണം. മനസ്സിലാവുണ്ടോ? അവിടെ കിട്ടുന്ന സന്തോഷം അത് ഇപ്പോൾ ഈ നിമിഷം അനുഭവിക്കണം. അപ്പോഴാണ് ഫുൾഫിൽമെൻ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുന്നായിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ അതിന് പറ്റിയ സമയമാണ്. ഈ വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ടൈം എന്ന് പറയുന്നത് രാവിലെ ഉറക്കമണിക്കുന്ന ടൈമും അതുപോലെ രാത്രി കിടക്കാൻ പോകുന്ന ആ ഒരു നിമിഷവും. ഈ സമയങ്ങളിൽ ഉപബോധ മനസ്സ് തുറന്നിരിക്കും. വെറും 5 മിനിറ്റ് മതി, 5 മിനിറ്റ്. പക്ഷെ 5 മിനിറ്റ് നിങ്ങൾ ആ ഒരു ലോകത്ത് ജീവിക്കണം. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എത്ര പണമാണ് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത്, എത്ര പണമാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് ഇപ്പോൾ ഉണ്ട് എന്ന ആ ഫീലിങ്സ്, ഇമോഷൻസിൽ നിങ്ങൾ 5 മിനിറ്റ് ജീവിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പ്രാക്ടിക്കൽ ടെക്നിക്കിലേക്ക് നമുക്ക് പോവാം. ഇവിടെ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു, ദ മൂവി മെത്തേഡ് എന്ന ടൂളാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ശാന്തമായിരിക്കുക, 3 വട്ടം ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് ഇടണം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം നേടിയ ഒരു സീൻ മനസ്സിൽ ഉണ്ടാക്കണം. ഓക്കെ, ഉദാഹരണം സ്വന്തം വീടിൻ്റെ താക്കോൽ വാങ്ങുന്നതായിട്ട്. ഒരു വീടാണ് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ സ്വന്തം വീടിൻ്റെ താക്കോൽ വാങ്ങുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. സ്റ്റെപ്പ് 3, ആ സീനിലേക്ക് ഇറങ്ങിച്ചെല്ലുക, താക്കോലിൻ്റെ തണുപ്പ് അനുഭവിക്കുക, ചുറ്റുമുള്ളവരുടെ കൈയടി ശബ്ദം കേൾക്കുക, ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാണുക, കേൾക്കുക, വീടിൻ്റെ ആ പെയിൻറ്റിൻ്റെ മണം ശ്വസിക്കുക. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റെപ്പ് 4 എന്ന് പറയുമ്പം ഇത് നടന്നു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് പൂർണ്ണമായും പുഞ്ചിരിക്കുക, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുഞ്ചിരിക്കുക. സ്റ്റെപ്പ് 4, കണ്ണ് തുറന്ന് സാധാരണ ജീവിതത്തിലേക്ക് വരിക. പക്ഷേ ആ ഫീലിങ്സ് കളയരുത്. ആ ഫീലിങ്സ് നമ്മൾ ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കണം നോർമൽ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടത്. ടെസ്റ്റിമോണിയൽസ് പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ്, ഒരുപാട് ആൾക്കാർ വിഷ്വലൈസേഷൻ പവറിലൂടെ അവരുടെ സ്വന്തം വാഹനം സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട്. അവർക്ക് അവരുടെ വീട് സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട്. അവരാഗ്രഹിച്ച ജോലി സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട്. അവരാഗ്രഹിച്ചതുപോലെ ചിട്ടി
പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് റിസൾട്ട്സ് പറയാനുണ്ട് ഈ ഒരു മേഖലയിൽ, വിഷ്വലൈസേഷൻ പാർട്ടിൽ. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പറ്റും. ഉറപ്പാണ്. അത്രയും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടെക്നിക്ക് ആയതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറയുന്നത്. ഓക്കെ, സോ ഇന്ന് രാത്രി നിങ്ങളുടെ സിനിമ സംവിധാനം ചെയ്യുക. എന്താണ് ഉദ്ദേശിക്കുന്നത്, പ്രോപ്പറായിട്ട് ആ വിഷ്വലൈസേഷൻ എടുക്കുക. എന്നിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഐ വിഷ്വലൈസ് മൈ സക്സസ്. എൻ്റെ ജീവിത വിജയം ഞാനിപ്പോൾ കാണുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? സന്തോഷമാണെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറഞ്ഞതുപോലെ കമൻറ്റ് ചെയ്യുക. നാളെ നമ്മൾ കടം എന്ന ഒരു ഡെപ്റ്റ് എന്ന ആ വലിയ ഭാരത്തെ എങ്ങനെ ഇറക്കി വയ്ക്കാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഫോർഗീവ് യുവർ ഡെപ്റ്റ് എന്ന വിഷയത്തെപ്പറ്റി നമുക്ക് നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങൾ ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.